നമസ്കാരം. കുറച്ച് ദിവസമായി ഒരു വിഷയത്തിൽ അഭിപ്രായം പറയാൻ എത്തിയിട്ട് ആരോഗ്യ പ്രശ്നങ്ങളും ചില യാത്രകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലായതുകൊണ്ടാണ് ശബ്ദം വെച്ചുകൊണ്ട് പല വാർത്തകളും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിഷയം, അതും കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കണ്ട ഒരു വ്യക്തിയുടെ തെളിർമയാർന്ന അഭിപ്രായം കണ്ടിട്ട് അതിന് നേരിട്ടൊരു അഭിപ്രായം പറഞ്ഞില്ലെങ്കിൽ അതൊരു നിലപാടില്ലായ്മയെന്ന് വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും നല്ലൊരു കാഴ്ച, അടുത്ത കാലത്ത് രാഷ്ട്രീയത്തിൽ കണ്ട ഏറ്റവും മികച്ചൊരു മറുപടി. ഒരുപാട് ആരോപണങ്ങൾ യാതൊരു അടിസ്ഥാനവുമില്ലാതെ മാധ്യമങ്ങൾ ഒപ്പമുണ്ട് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ പല തരത്തിലുള്ള കഥകൾ മെനഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. അതിനാണ് ദേ ഇങ്ങനെ ഒരു പ്രതികരണം കണ്ടത്. ഈ കൈകൾ പരിശുദ്ധമാണ്. മനസമാധാനം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ മനസമാധാനക്കേട് ഉണ്ടാകേണ്ടതുള്ളൂ. ഒരു വ്യക്തിക്ക് ഒരുപാട് ആരോപണങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് വളരെ നിഷ്പ്രയാസം, അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള ഭാവഭേദവുമില്ലാതെ ഇങ്ങനെ മറുപടി പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ 100% വിശ്വസിക്കാം, തെളിർമയുള്ള വ്യക്തിത്വമാണ്. ഇങ്ങനെ എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോ അതൊന്നും നമ്മളെ ഏൽക്കില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. കാണേണ്ട കാര്യം എന്താണെന്നറിയോ? മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ, അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. നീ പോയിട്ട് നിൻ്റെതായ കമ്പനി തുടങ്ങും, സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുരുക്കം ഉണ്ടാവില്ല. ഞാൻ പരസ്യമായിട്ടൊരു യോഗത്തിൽ പറഞ്ഞല്ലോ, മനസ്സമാധാനമാണ് പ്രധാനം. നിങ്ങൾ മനസ്സമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. തെറ്റ് ചെയ്തെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുകൊണ്ടത് കേൾക്കാൻ പറ്റും. ആ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ. ഒന്നും എന്നെ യേശില്ല. യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല. ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ്. അത് ആരുടെ മുന്നിലും പറയാൻ കഴിയും, അല്പം തല ഉയർത്തി തന്നെ പറയാനും കഴിയും. അതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് രാഷ്ട്രീയമായി ആവശ്യമുണ്ടാകാം. ഈ ടീമിനെ ഇപ്പോൾ ഞാനാണല്ലോ ഒരു നേതാവ് എന്ന് പറയാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ആരിരുന്നാലും ഇവിടെ ഇരിക്കുന്നയാളാണല്ലോ നേതാവ്. അതിൻ്റെ ഭാഗമായി ആ കസേരയിരിക്കുന്നയാളെ ഇടിച്ചു താഴ്ത്തൽ, ഇകഴ്ത്തി കാണിക്കൽ നിങ്ങളുടെ രാഷ്ട്രീയമായ ഒരു ആവശ്യമായിരിക്കാം. നിങ്ങളത് നടത്ത്. ജനം സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കാലം തീരുമാനിക്കട്ടെ. അത് മാത്രമേ എനിക്ക് പറയാൻ. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു പ്രതികരണം അപൂർവങ്ങളിൽ അപൂർവമാണ്. തന്റെ കുടുംബാംഗങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരുടെ കുടുംബാംഗങ്ങളെയാണ് ഈ പൊതുമണ്ഡലത്തിലേക്ക് വലിച്ചിഴക്കാറുള്ളത്. കാര്യം, ഒന്നും പറയാൻ പറ്റിയില്ലെങ്കിലും അവരെ മാനസികമായി തകർക്കാൻ, അവരെ മാനസികമായിട്ട് പ്രകോപിപ്പിക്കാൻ, അവരെ സമൂഹത്തിന്റെ മുന്നിൽ ഇകഴ്ത്തിക്കാട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടാക്ടിക്സ് ആണ്, അല്ലെങ്കിൽ ഒരു നെറുകെട്ട തന്ത്രമാണ് വലതുപക്ഷ രാഷ്ട്രീയക്കാർ മാധ്യമങ്ങളെ ഉപയോഗിച്ച് ചെയ്യാറുള്ളത്. കുടുംബങ്ങൾക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുന്നിൽ ഒരു പുകമറ സൃഷ്ടിക്കുക. ആ പുകമറയ്ക്കാണ് ഇന്നലെ പിണറായി വിജയൻ ഈ മറുപടി പറഞ്ഞു നിർത്തുന്നത്. എത്ര മാത്രം കോൺഫിഡൻസോടുകൂടി, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തോടു കൂടിയാണ് അദ്ദേഹം ആ മറുപടികൾ പറഞ്ഞു എന്നുള്ളതാണ് ആ വ്യക്തിയോടുള്ള വിശ്വാസ്യത കൂടുതൽ വർദ്ധിക്കുന്നത്. ഒരു വ്യക്തിയെ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായി പറയാം. അതായത്, നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. എന്ത് കാര്യങ്ങളെയും വെട്ടിത്തുറന്ന് മറുപടി പറയുന്നവർ, അവർ ഒരു പ്രത്യേകതര സ്വഭാവക്കാരാണ്. അവർ ധിക്കാരികളാണ്, ധാർഷ്ട്യക്കാരാണ്. അതെ, അങ്ങനെ നിങ്ങൾ കാണുന്നവരാണെങ്കിൽ, അതായത് നിങ്ങളോട് ഒരുപാട് വല്ലാതെ മധുരം പുരട്ടിയ വാക്കുകൾ വെച്ച് വർത്താനം പറയാത്തവർ, ഒരുപാട് വെളുക്കെ ചിരിക്കാത്തവർ, ഒരുപാട് നിങ്ങളുടെ ദേഹത്തോട് ചേർന്ന് നിന്നോ നിങ്ങളുടെ സ്വാതന്ത്ര്യമില്ലാതെ നിങ്ങളുടെ ശരീരത്തിലൊക്കെ കടന്നു പിടിച്ച് വർത്താനം പറയുന്നു, ഇവരുടെയൊക്കെ ആവശ്യം നിങ്ങളുടെ പെട്ടെന്നുള്ളൊരു ഇംപ്രഷനാണ്. ഇതൊക്കെ ഉണ്ടാക്കാൻ ഈ ഒരു പ്രവർത്തനങ്ങൾ ചെയ്താൽ മതി. പക്ഷേ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ഏതൊരു വ്യക്തിയാണ് പറയുന്ന കാര്യങ്ങളിൽ തെളിർമയുണ്ടാകുക എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. അത് പിണറായി സ്റ്റൈലിലാണ്. അതായത് ഗൗരവതരമായി വിഷയങ്ങളെ വിഷയങ്ങളായി തന്നെ കേട്ട് അതിന് മറുപടി പറയുന്ന, അതായത് നടക്കില്ലെങ്കിൽ നടക്കില്ല, അങ്ങനെ മറുപടി പറഞ്ഞു പോകുന്നവർ, അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാം. മറ്റുള്ളവർ
നിങ്ങളെ നിഴൽ വഞ്ചിക്കും പോലെ ഒപ്പം നിന്ന് വഞ്ചിക്കുന്നവരായിരിക്കും. ഇത്രയും വലിയ ആരോപണങ്ങളുടെ സരസിയിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തി തെളിർമയോടുകൂടി തന്റെ കൈ പരിശുദ്ധമാണെന്ന് പറയാൻ ധൈര്യപ്പെടുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ന് ഈ നാട്ടിൽ മാധ്യമങ്ങൾ എല്ലാം വട്ടം ചുറ്റി പറക്കുന്ന കാലഘട്ടത്തിൽ അവരെ എല്ലാം സാക്ഷി നിർത്തി ഇങ്ങനെ ഒരു വാക്കു പറയാൻ അദ്ദേഹത്തിന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ, ഉപ്പ് തിന്നവനെ വെള്ളം കുടിക്കുകയുള്ളൂ. ഉപ്പ് തിന്നില്ല എന്ന് ധൈര്യമുണ്ടെങ്കിൽ വെള്ളം കുടിക്കില്ല എന്ന് ധൈര്യമുണ്ട്. മടിയിൽ കനമില്ല എന്ന ഭയമുള്ളത് കൊണ്ട് തനിക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ടെന്നുള്ള ആ വിശ്വാസം തന്നെയാണ് പിണറായി വിജയൻ എന്ന ട്രേഡ് മാർക്ക് എന്ന് നിസ്സംശയം പറയാം. ആ രാഷ്ട്രീയ വ്യക്തിത്വത്തിൽ ഒരംശം പോലും കറ പുരണ്ടിട്ടില്ലെന്ന് നിസ്സംശയം പറയാൻ പറ്റിയ സന്ദർഭമാണെന്ന് പറയേണ്ടി വരികയാണ്.